എൻ്റെ പേര് ബീന. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. 2023 ജൂൺ 21 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഒരു വർഷത്തിന് മുമ്പ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം എൻ്റെ മകളുടെ കല്യാണം എങ്ങനെ നടത്തണമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മകൾ BSc നഴ്സാണ്, മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. മകളുടെ കല്യാണം നടത്താൻ ഒരു സാഹചര്യവും ഇല്ലായിരുന്നു എനിക്ക്. ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെ നടത്തണമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുന്നതും ഞാനിവിടെ വരുന്നതും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾക്കൊരു കല്യാണാലോചന വരികയും എല്ലാം നല്ല രീതിയിൽ വളരെ ഭംഗിയായി നടത്തുകയും ചെയ്തു. അത് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ ഒരനുഗ്രഹമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവമാണ് എനിക്കത്. അമ്മ തന്ന ഈ അനുഗ്രഹം. അതുപോലെ എനിക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച എനിക്ക് ഒരു ജോലി കിട്ടാതെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്കായി കയറുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ യാദൃശ്ചികമായി എനിക്ക് അവിടെ നിന്നും ജോലി മതിയാക്കി ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഒരു ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വീണ്ടും അമ്മയോട് കരഞ്ഞു പറഞ്ഞു, അമ്മേ, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, ഒരു ജോലി തന്ന് എനിക്ക് അനുഗ്രഹം തരണമെന്ന്. അങ്ങനെ അമ്മ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കാതെ അമ്മ എന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫീസറുടെ വീട്ടിലേക്കാണ് ജോലിക്ക് വിടുന്നത്. അവിടെ നിന്നും എനിക്ക് അതുവഴി വീണ്ടും അപേക്ഷ കൊടുക്കുകയും ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടുകയും ചെയ്തു. അതിന് അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. ഈ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് അമ്മ തന്ന അനുഗ്രഹമാണ് ഈ ജോലിയെന്ന്. അപ്പോൾ എന്നോട് ഓരോരുത്തർ ചോദിച്ചു, പാർട്ടിപരമായിട്ടല്ലേ കിട്ടിയത്? വളരെ ശക്തമായ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലി കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്കൊരു പാർട്ടിയും ഇല്ല, എനിക്ക് അമ്മ മാതാവ് മാത്രമാണ് എൻ്റെ പാർട്ടി. അമ്മ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജോലി കിട്ടിയതെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അതിനുശേഷം അവർക്കെല്ലാവർക്കും വിശ്വാസമാവുകയും ഓരോരുത്തർ എന്നോട് പറയുകയാണ്, ഞങ്ങളെ കൂടി കൃപാസനത്തിൽ കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൂടാതെ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്, അവർ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി പെട്ടെന്നൊരു ദിവസം കേടായി, എൻജിൻ പണി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻജിൻ പണിയായി എനിക്കൊരു നിവർത്തിയുമില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ, എനിക്ക് ഈ വണ്ടി ഒരു കുഴപ്പമില്ലാതെ എനിക്കിത് തിരിച്ചു തരണം, എൻ്റെ കയ്യിൽ ഒരു നിവർത്തിയുമില്ല ഇത് പണിയാനെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നു, വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അതും അമ്മ തന്ന അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയുടെ സുഗന്ധാഭിഷേകമുണ്ടായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. വീട് മൊത്തം ഭയങ്കര മണം. ഞാൻ അപ്പുറമൊക്കെ ഇറങ്ങി നോക്കുകയാണ്, എന്താ എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ വീട്ടിൽ മാത്രമേ മണമുള്ളൂ എന്ന്. എല്ലാവരും ഉറക്കമായി, രാത്രിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിൽ മാത്രമേ ഈ മണം വരുന്നുള്ളൂ എന്ന്. ഞാൻ അപ്പോഴേ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി, എൻ്റെ വീട്ടിൽ മാതാവ് വന്നു, സുഗന്ധാഭിഷേകം ഉണ്ടായി, എൻ്റെ വീട് മൊത്തം മണം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയും എനിക്കൊരനുഭവം ഉണ്ടായി. ഞാൻ എല്ലാ ദിവസവും 2 നേരവും ബൈബിൾ വായിക്കും. കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിക്കും, പാവങ്ങളായവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും, വഴിയരികിലിരിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊടുക്കും, ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ മകളുടെ കല്യാണ സമയത്തൊക്കെ ഞാൻ ഒരുപാട് പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടായിരുന്നു എനിക്ക് ആ കല്യാണമെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ ബൈബിൾ വായന, വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കെപ്പോഴും കിട്ടുന്നൊരു വചനമുണ്ട്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവ അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. ജോബ് 22:28. ഈ വചനം എപ്പോഴും ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതാണ്. അതുപോലെ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ എപ്പോഴേ ഓടിപ്പോയിരുന്ന് ബൈബിൾ എടുത്തു വെച്ച് വായിക്കും. ഞാനൊരു ക്രൈസ്തവയായിട്ട് പോലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്, കൊന്ത ചെല്ലാൻ പഠിച്ചു, എല്ലാം ഞാൻ പഠിച്ചു. എല്ലാം ഞാൻ ഓരോരുത്തരിൽ നിന്ന് മനസ്സിലാക്കി, ചോദിച്ചറിഞ്ഞാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ സന്ദർശിക്കും, രോഗികളെ പോയി കാണും. പാവപ്പെട്ട രോഗികൾ എവിടെയുണ്ടെന്ന് വെച്ചാൽ അവരെ അടുത്ത് പോയി അവർക്ക് ഉള്ള കണക്ക് അവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രങ്ങൾ പള്ളിയിൽ കൊടുക്കും, റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കും, എല്ലായിടവും കൊടുക്കും. അപ്പോഴെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലുകയും അവരോട് മാതാവിനെ പറ്റി പറയുകയും ഒക്കെ ചെയ്താണ് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറ്.
അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലതിക. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈയിലാണ്. ഉടമ്പടി എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് നടുവിന് സുഖമില്ലായിരുന്നു, മറിഞ്ഞ് വീണ് ഡിസ്ക് പൊട്ടുകയായിരുന്നു, ജോലിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതല്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നതാണ്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബീനയാണ് എന്നെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു, ബീനെ എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഉടമ്പടി എടുത്താൽ പറ്റത്തില്ല, കാരണം ഒരു ദിവസം പോലും ഞാൻ അമ്പലത്തിൽ പോവാതെ ഉറങ്ങിയിട്ടില്ല, അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ ഇവൾ പറഞ്ഞു, ചേച്ചി അമ്പലം തോറും നടക്കുന്ന ചേച്ചി എങ്ങനെ ഉടമ്പടി എടുക്കും? ഞാൻ പറഞ്ഞു, ഇല്ലേ മോളെ, ഞാൻ ഉടമ്പടി എടുക്കും, നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കും. അങ്ങനെ ഞാൻ ഇവളെയും വിളിച്ചും കൊണ്ട് സമയം കഴിഞ്ഞായിരുന്നു, എങ്കിലും എനിക്ക് ടോക്കൺ കിട്ടി. ഞാൻ പോയി ഉടമ്പടി എടുത്ത് ഒരാഴ്ചയായപ്പോഴത്തേക്ക് ഞാൻ ബെൽറ്റൊക്കെ ഊരി വെച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഈ ജോലി ചെയ്യുന്നതിന്. പക്ഷേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മാതാവിൻ്റെ രൂപങ്ങൾ വരാറുണ്ട്, യേശുവിൻ്റെ കുരിശ് വരാറുണ്ട്. ആ മെഴുകുതിരി കത്തി തീരുമ്പോഴത്തേക്ക് പൂ പോലെ വിരിഞ്ഞ് വന്ന് നിൽക്കാറുണ്ട്. മെഴുകുതിരി തീർന്നിട്ട് എൻ്റെ ഭർത്താവ് ഭയങ്കരമായ കുടിയായിരുന്നു. ആ കുടി മാറാൻ വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു പ്രാവശ്യമേ പിന്നെ എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടുള്ളൂ, പിന്നെ കുടിച്ചിട്ടില്ല. എൻ്റെ ഒപ്പം വന്നിരുന്ന് ജപമാല ചെല്ലും. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മെഴുകുതിരി തീരുമ്പോൾ ഞങ്ങൾ ആ മെഴുകുതിരി ശ്രദ്ധിക്കാറില്ല. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റാൻഡ് വെറുതെ കത്തും, വെറും തീ തന്നെ മേളിലോട്ട് കത്തി വരും. അതിൽ മെഴുകുതിരിയോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ എത്തി നോക്കുമ്പോൾ ചില സമയം അതിനകത്ത് മോതിരം കിടക്കും പോലെ തോന്നും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇത് അണയുമ്പോൾ അതിനകത്ത് മോതിരമായിരിക്കും, പക്ഷേ അണയുമ്പോൾ അതിലൊന്നും കാണത്തില്ല. പിന്നീട് അത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അണയുമ്പോൾ അത് നിറച്ച് കൊന്ത കിടക്കും പോലെ കാണും. അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെ വീട്ടിലെ മുറ്റത്ത് ഞങ്ങളിപ്പോൾ ഒരു വസ്തു വാങ്ങിച്ചാൽ ഒരേ ഒരു പ്ലാവ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിറച്ച് ഒരു കേട് പിടിച്ചിട്ട് ബാക്കി ഒരു ശകലം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇത് ഒടിഞ്ഞ് വീണാലും ഞങ്ങളുടെ വീട്ടിൽ വീഴും, അതുകൊണ്ട് ഈ പ്ലാവ് മുറിച്ച് മാറ്റണം. ഞാൻ പറഞ്ഞ് ഒരു ചക്ക പിടിച്ചിട്ട് നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ അവർ പറഞ്ഞു ഇത് കുഞ്ഞു പ്ലാവ് മുറിച്ച് മാറ്റിയേ പറ്റത്തോളം. പക്ഷേ ഞാനിവിടുന്ന് വെള്ളവും എടുത്ത് ഉപ്പും എടുത്തിട്ട് എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവാസം എടുക്കുമ്പോൾ 7 പ്രാവശ്യം വീതം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും വെള്ളവും കൊണ്ട് ചെന്ന് അതിൻ്റെ ചെവിട്ടിൽ ഒഴിച്ചു കൊടുത്തപ്പം 3 മാസം ആയപ്പോഴത്തേക്ക് അത് മേളിൽ നിന്ന് താഴെ വരെയും മൊത്തത്തിൽ തടിയായി, പുതിയ തടി വന്ന് ആ പൊത്ത് മൊത്തം മാറിപ്പോയി. ഇനി ആ പ്ലാവ് എനിക്ക് മുറിച്ച് മാറ്റേണ്ടി വരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു. അത് വീഡിയോ എടുത്ത് ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഒരുപാട് പേർക്ക് ഇതിൽ വിശ്വാസമില്ലായിരുന്നു, ഞാൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന്. പക്ഷേ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം അയച്ചു കൊടുത്തു. ഇപ്പോൾ ഓരോരുത്തർക്കും സുഖമില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയും, പെടലി ഉളുക്കി, കാല് മുറിഞ്ഞു. അവിടെ എല്ലാം ഞാൻ പോയി ഉപ്പും തൈലവും കൊണ്ട് ചെന്ന് അവർക്കത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് സുഖമാവും, ആശുപത്രി പോവില്ല. ഞാൻ 12,000 രൂപയ്ക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ഗുളിക പോലും ഞാൻ കഴിക്കാറില്ല, എല്ലാം ഈ ഉപ്പും തൈലത്തിലുമാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പേ ഞാൻ മറിഞ്ഞു വീണ് ഈ കൈ ചെന്ന് തറയിലിടിച്ച് എല്ല് പൊട്ടിപ്പോയി. എക്സ്റേ എടുത്തപ്പം സാറ് പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിത് ഓപ്പറേഷൻ ചെയ്യത്തില്ല, എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരും. ഞാനങ്ങനെ ഇവിടെ ഒരു കുട നേർന്നു. അമ്മയ്ക്ക് പിന്നെ ഉടമ്പടി എടുക്കാൻ പിടിച്ചുകൊണ്ട് വന്ന കുട, ആ കുട ഞാനിവിടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങളുടെ വിചാരം ഈ കുട വാങ്ങിക്കൊണ്ട് വരുമ്പോഴും നമുക്ക് പിടിച്ചുകൊണ്ട് വരാമെന്നായിരുന്നു, ഈ കുടയും പിടിച്ചുകൊണ്ട് ഇവിടെ വരാം, അപ്പോൾ ഈ എൻ്റെ കൈ പൊക്കണേ എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛൻ വെഞ്ചരിക്കാത്ത സാധനം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ മണ്ടത്തരത്തിന് പറ്റിയൊരു കാര്യമാണ്, എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അച്ഛൻ വെഞ്ചരിച്ചാലേ അത് കൊണ്ടുവരാൻ പറ്റത്തോളം, അതുകൊണ്ട് ഞാൻ അകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേച്ച് ഞാൻ തിരിച്ചുപോയി. പക്ഷേ എൻ്റെ കൈ പൊങ്ങുമെങ്കിലും നല്ല രീതിയിൽ പൊങ്ങത്തില്ലായിരുന്നു.
ഞാൻ ഇവിടെ വന്ന് ജപമാലയ്ക്ക് പോയി. 25-ാം തീയതി ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് 26-ാം തീയതി ഞാൻ ജപമാലയ്ക്ക് പോയി. ജപമാല കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കൈ താനേ പൊങ്ങി, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ കൈ കൊണ്ട് നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. 2 ജെല്ല് പൊട്ടിപ്പോയെന്നാണ് സാർ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഉടമ്പടി എടുത്തിട്ട് ഞാനിവിടെ അമ്മയടുത്ത്, നമ്മുടെ ഫ്രണ്ടിലെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് മുട്ടുകുത്തി ഇരുന്ന് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു. അതെല്ലാം പറയുമ്പോൾ എൻ്റെ മേളിൽ നിന്ന് എൻ്റെ മടയിൽ ഒരു കാശുരൂപം വന്ന് വീണു. അതിപ്പോഴും എൻ്റെ കഴുത്തിൽ തന്നെയുണ്ട്. അന്ന് മുതലേ ഞാനിത് കഴുത്തിലിട്ടിരിക്കുകയാണ്. ഈ കാശുരൂപ എവിടുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ കാശുരൂപം മേടിക്കുന്നിടത്ത് ചോദിച്ചു, മോടെ ഈ സൈസ് കാശുരൂപ ഇവിടെ വിൽക്കാറുണ്ടോ? അന്ന് പറഞ്ഞു ഇവിടെ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാശുരൂപ എവിടുന്നാന്ന് എനിക്കറിയത്തില്ല. അമ്മ മാതാവ് എനിക്ക് തന്ന കാശുരൂപമാണ്. പക്ഷേ അന്ന് മുതലേ ഒന്ന് മാറി എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം എന്ത് സങ്കടം പറഞ്ഞാലും അമ്മ മാതാവ് ഞങ്ങൾക്ക് മാറി തരാറുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂറല്ല 1 മണിക്കൂർ ഞാനിരുന്ന് ബൈബിൾ വായിക്കും. ജപമാല ചെല്ലാതെ ഒരു ദിവസം പോലും ഞാനും എൻ്റെ ഭർത്താവ് ഉറങ്ങിയിട്ടില്ല. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ പള്ളിയിൽ പോയി കുർബാന പങ്കുകൊള്ളും. പിന്നെ കൊല്ലം ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻറ്റുകളെല്ലാം പോയി പ്രാർത്ഥിക്കും. ചോറ് പൊതി കൊണ്ടുപോയി കൊടുക്കും. പത്രങ്ങളെല്ലാം അവിടെ എല്ലാവർക്കും കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി കൊണ്ടുവന്ന് കൊടുക്കും. എൻ്റെ കയ്യിൽ കാശുള്ള രീതിയിൽ ഞാൻ എല്ലാവർക്കും ഒരുപാട് നടന്നു പോയി ചോറ് വാങ്ങിക്കാൻ പറ്റാത്ത അമ്മമാർക്ക് പൈസയും ചോറുമായി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാറുണ്ട്. അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ ഈ നടുവും കൈയും സുഖമാക്കി തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവിനും തിരുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ഈ ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്നത്, ഉടമ്പടി എടുപ്പിച്ചതും എല്ലാം. അതിനുശേഷം ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്കും ചേച്ചിക്കും കിട്ടിയത്. ഞങ്ങൾ വഴി ഒരുപാട് പേര് ഇവിടെ വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആർക്ക് എന്ത് അസുഖമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അവിടെ പോയി ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് അവരുടെ അസുഖം മാറാറുണ്ട്. അതുപോലെ എൻ്റെ മകള് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അവൾക്കവിടെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഞാൻ പറയും, മോളെ നീ അമ്മയെ പ്രാർത്ഥിച്ചോളൂ, നിനക്ക് വേണ്ടി ഞാനിവിടെ ഇരുന്ന് തൈലം തേച്ച് പ്രാർത്ഥിക്കാമെന്ന്. അതിൻ്റെ ഫലമായി അല്പം കഴിയുമ്പോൾ അവൾ വിളിച്ച് പറയും, അമ്മേ എൻ്റെ അസുഖമെല്ലാം മാറി. ഞാൻ പറഞ്ഞ് നീ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചോളൂ, അമ്മ നിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരുമെന്ന്. അതുകൊണ്ട് എൻ്റെ മക്കൾക്കും ഇതിലെല്ലാം ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരികയും അവരിലെല്ലാം വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്തു. ഇനിയുള്ള കാലവും അമ്മയോടൊപ്പം ചേർന്ന് ജീവിക്കാനാണ് ഞങ്ങൾക്ക് തീരുമാനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:2 തിരുവചനം അരുളി ചെയ്യുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് ബീന കുമാരിയും ലതിക മോഹനും കടന്നു വരുന്നത്? ഇവിടെ കുടുംബം ഒന്നിച്ചുള്ള സാക്ഷ്യങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഒന്നിച്ച് പറയുന്ന സാക്ഷ്യങ്ങളുണ്ട്, ഒരേ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വന്ന് പറയുന്ന സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ന് ഉടമ്പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇത് ഒരു പട്ടണത്തിലുള്ളവർ മറ്റൊരു പട്ടണത്തിൽ ചെന്ന് പറയും, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചിരിക്കുന്നു, നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. ഈ തിരുവചനം പോലെ ഇന്ന് ഇങ്ങനെയാണ് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എങ്ങനെയാണ് മറ്റു വ്യക്തികളെ ഇങ്ങോട്ട് അടുപ്പിക്കുക. ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്, ഒരു സ്ഥലത്തു നിന്ന് വരുന്നു, അവർ ഇപ്പോൾ ഒരുമിച്ച് അവരുടെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. തങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ലഭിക്കുന്നത്? തങ്ങൾ അറിഞ്ഞ ഈശോയെ അവർ മൂടി വയ്ക്കുന്നില്ല, അവർ അത് എല്ലാവരോടും പ്രഘോഷിക്കുകയാണ്. ആരും കളിയാക്കട്ടെ, എന്നെ കളിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് ലതിക മോഹൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് പലരും തങ്ങളുടെ അടുത്തേക്ക് വരുന്നു, തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന കൃപകൾ ഇതൊക്കെ ഇന്ന് ജനം അനുഭവിക്കുകയാണ്. അങ്ങനെ ഒന്നിനും മടിക്കാതെ നിൽക്കുന്ന 2 കൂട്ടുകാർ
ഇവർ പിന്നെ എങ്ങനെയാണ്, അതായത് ഈശോയെക്കുറിച്ച് ഇവർ പറയുകയാണ് ഇവരുടെ ജീവിതത്തിലൂടെ. അതുപോലെ തനിക്ക് ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ കാര്യമൊക്കെ ബീനാകുമാരി പറയുന്നുണ്ട്. പിന്നീട് തനിക്ക് എങ്ങനെയാണ് ആ ജോലി ലഭിക്കുന്നത്, അതുപോലെ തൻ്റെ മകളുടെ വിവാഹം, ഇതിലൊക്കെ ഈ മക്കൾ കാണുന്നത് ഒരു അദൃശ്യമായ ഒരു ധൈര്യം, അല്ലെങ്കിൽ അദൃശ്യമായ ഒരു കരം തങ്ങളോടൊപ്പമുണ്ട്. ഒരാൾ തങ്ങളെ നയിക്കുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു തങ്ങൾക്കുള്ള അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് കൃപകൾ വരുന്നു. അത് വ്യക്തികൾക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് തിരുവചനം വീണ്ടും നമ്മോട് ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്. അതായത് ഭൂമിയിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. ഇപ്പോഴിവിടെ തങ്ങളുടെ കൃഷിയിടങ്ങളെക്കുറിച്ചുമൊക്കെ, അതുപോലെ വളർത്തു മൃഗങ്ങൾ, ഇതിനൊക്കെ കിട്ടുന്ന സംരക്ഷണം, ഇപ്പോൾ ഈ കേട്ട സാക്ഷ്യത്തിൽ തന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ എല്ലാവരും അത് ഉണങ്ങിപ്പോയി, ഇനി അതുകൊണ്ട് രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ പുതിയ നാമ്പുകൾ വരുന്നത്. വിശുദ്ധ ഉപ്പ്, ആ ഉപ്പ് ഇട്ട ജലം അവിടെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമുക്കുള്ള എല്ലാറ്റിനുമുള്ള സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ്. അത് ഇന്ന വ്യക്തികളൊന്നുമില്ല, ഏത് ജാതി എന്നില്ല, മതമെന്നില്ല. ആര് തൻ്റെ തിരുക്കുമാരനെ വിശ്വസിക്കുന്നുവോ, ഈശോയെ ആര് കർത്താവായിട്ട് ഏറ്റുപറയുന്നുവോ, അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, അവരുടെ അടുത്തേക്ക് ദൈവം സ്വർഗം തുറന്നിറങ്ങുകയാണ്. ആ മക്കൾ പിന്നീട് അനുഗ്രഹിക്കപ്പെടുകയാണ്. അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് സുഗന്ധ അഭിഷേകമായിട്ട്, അതുപോലെ മെഴുകുതിരിയിലെ പല ഭാവങ്ങളെക്കുറിച്ചൊക്കെ, എങ്ങനെയാണ് ഇവർക്ക് മെഴുകുതിരി കത്തിക്കുന്ന, തിരിയില്ലാത്ത സ്റ്റാൻഡ്, അതിൽ തിരി കത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ എക്സാജറേഷനായിട്ട് തോന്നിയാൽ ഇത് ഈ മക്കളോട് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്നാൽ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. അതാര് പറഞ്ഞാലും അവരില്ല എന്ന് പറയില്ല. നാം എത്ര അവരെ പരിഹസിച്ചാലും അവർ അത് ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് തങ്ങളെ തേടി വന്ന, തങ്ങളുടെ കുടുംബത്തിൽ വന്ന് അമ്മയുടെ സംരക്ഷണം നൽകിയ, അമ്മയുടെ സാന്നിധ്യം നൽകിയ അവസരങ്ങളായിട്ട് മാത്രമേ ഈ സാക്ഷ്യം പറയുന്നവർ അത് പറയുകയുള്ളൂ, പങ്കുവയ്ക്കുകയുള്ളൂ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.